റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഈ വർഷം ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു വാർ ആക്ഷൻ മൂവിയാണ് ദ മിനിസ്ട്രി ഓഫ് അഡ്ജഡ്ജ്മെൻ്റ്ലി വാർഫെയർ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗൈ റിച്ചി. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഹിറ്റ്ലറുടെ ജർമ്മൻ പട്ടാളം ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെൻ്റ് ചർച്ചിൽ ഇവർക്കെതിരെ തിരിയുന്നു. അവരുടെ കപ്പലുകൾ മുക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ ഉപയോഗിച്ചൊരു ടീം ഉണ്ടാക്കിയാണ്. ആ ടീം എന്ന് പറയുന്നത് കുറ്റവാളികളുടെ ഒരു ടീമാണ്. തെമ്മാടികളായ ഒരുപാട് പേരെ ചേർത്ത് ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവർ ജർമ്മൻ പട്ടാളത്തിൻ്റെ കപ്പലുകൾ മുക്കാൻ വേണ്ടിയിട്ട് അവർ പുറപ്പെടുന്നതും അവരുടെ തന്ത്രങ്ങളും അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഹെൻറി കാവിലാണ് ഇതിൻ്റെ അത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാസ്റ്റിങ്ങുള്ളൊരു സിനിമയാണ്. നല്ല ഒരു ആക്ഷൻ മൂവിയാണ്. ഒരുപാട് ബ്ലാസ്റ്റുകളൊക്കെയുള്ള നല്ലൊരു സിനിമയാണ്. ഇതിൻ്റെ ഇൻട്രോ സീൻ തന്നെ ഇവരുടെ ഈ ടീമിനെ കാണിക്കുന്ന ഒരു ഇൻട്രോ സീൻ തന്നെ അടിപൊളിയായിരുന്നു. അതുപോലെ മുന്നോട്ട് പോകുന്നവരും ഒരു ആക്ഷൻ ഇവരുടെ തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇവരെങ്ങനെ ഈ ജർമ്മൻ പട്ടാളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വാർ ആക്ഷൻ മൂവിയാണ്. ഇങ്ങനത്തെ വാർ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.